Annapurni, are you able to hear me? Annapurni, are you able to hear me? ഹലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതിണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് കളക്റ്റീവ് നൗൺസിന്റെ ഒരു ഗ്രൂപ്പ് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് ഓഫ് കളക്റ്റീവ് നൗൺസ് ഉണ്ട് ഇതില്. ഇത് നിങ്ങൾക്ക് ആക്ച്വലി ഈ സ്ക്രീനിൽ അത്ര കാണില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നീട് ഞാനത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് കുറച്ചും കൂടെ സൂം ചെയ്തിട്ട് നമുക്കിത് നോക്കാം. ഓക്കെ, അപ്പൊ കുറെ കളക്റ്റീവ് നൗൺസ് ഉണ്ട് നമുക്ക്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ടിങ് ഫസ്റ്റ് നമ്മളത് നോക്കാം. കുറച്ചും കൂടെ ഞാനതൊന്ന് സൂം ചെയ്ത് സെറ്റ് ചെയ്യട്ടെ. അടുത്തത് നമുക്ക് വരുന്നത് മെറ്റീരിയൽ നൗൺസ്. മെറ്റീരിയൽ നൗൺസിൽ തന്നെ കൗണ്ടബിൾ നൗൺസും അൺകൗണ്ടബിൾ നൗൺസും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പേജ് ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഈ ഒരു കളക്റ്റീവ് നൗൺസിന് ഒരു പേജ് നിങ്ങൾ വിട്ടു വെച്ചോളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതാം. ഓക്കെ, ഒരു പേജ് നടുവിൽ വിട്ടേക്കൂ. അടുത്തത് നമ്മൾ നോക്കുന്നത് ഇതാണ്, മെറ്റീരിയൽ നൗൺസ് ആണ്. അതിൽ കൗണ്ടബിൾ അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ഞാനിവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാൻ പറ്റുന്നത്, അൺകൗണ്ടബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാൻ പറ്റാത്തത്, കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഈ എക്സാമ്പിൾസ് എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ, സോ നിങ്ങൾക്ക് കുറച്ച് വേർഡ്സ് നിങ്ങളത് ഫുൾ ആയിട്ട് എഴുതണം എന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിൽ ഏകദേശം ഒരു 7 to 8 എക്സാമ്പിൾസ് എഴുതിയാൽ തന്നെ ധാരാളമാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് കൗണ്ടബിളിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും, ഒരുപാട് എഴുതാം കൗണ്ടബിളില്.
അതിൽ ഞാൻ തന്നിട്ടുള്ളത് കൗണ്ടബിളിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിംഗുലറും പ്ലൂറലും ആയിട്ട് തന്നിട്ടുണ്ട്. പെൻ പെൻസ്, ചെയർ ചെയർസ്, ടേബിൾ ടേബിൾസ്, ബുക്സ് അങ്ങനെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അൺകൗണ്ടബിളിൽ പക്ഷെ നമുക്ക് അങ്ങനെ സിംഗുലർ പ്ലൂറൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം കൗണ്ട് ചെയ്യാനേ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് അവിടെ സിംഗുലർ ആണ് ഏതാണ്, പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്നൊന്നും നമുക്ക് അവിടെ പറയാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് ജനറൽ ആയിട്ട് വാട്ടർ, മിൽക്ക്, ഓയിൽ അങ്ങനത്തെ നമ്മുടെ ലിക്വിഡ്സ് ഒക്കെ നമുക്ക് അൺകൗണ്ടബിളിലായിരിക്കും വരിക. അതേപോലെ റൈസ്, സോൾട്ട്, ഷുഗർ ഇതൊക്കെ സോളിഡ്സ് ആണ്. പിന്നെ മെറ്റൽസ് ഞാൻ പറഞ്ഞു, നമ്മുടെ ലോഹങ്ങളൊക്കെ, പിന്നെ വുഡ്, ഇതെല്ലാം തന്നെ സോളിഡ്സ് ആണ്, അൺകൗണ്ടബിൾ ആണ്. ഓക്കെ, ഓക്കെ. സോ നമുക്കപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ അബ്സ്ട്രാക്ട് നൗൺസിൽ തന്നെ നമ്മൾ ചെറിയ ഒരു ഡിവിഷൻ കൂടെ കൊണ്ടുവരികയാണ്. നമ്മൾ എങ്ങനെയാണ് മെറ്റീരിയൽ നൗൺസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, കൗണ്ടബിൾ നൗൺസ് എന്നും അൺകൗണ്ടബിൾ നൗൺസ് എന്നും ഡിവൈഡ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ അബ്സ്ട്രാക്ട് നൗൺസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ആട്രിബ്യൂട്ടീവ് നൗൺസ് എന്നും വേർബൽ നൗൺസ് എന്നുമാണ് അവരുടെ നെയിംസ്. എന്തൊക്കെയാണ്? ആട്രിബ്യൂട്ടീവ് നൗൺസ് ആൻഡ് വെർബൽ നൗൺസ്. അപ്പൊ നമുക്കറിയാം അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ നോക്കി. പക്ഷെ അതിൽ വീണ്ടും നമ്മൾ ചില ഡിവിഷൻ കൊണ്ടുവരികയാണ്. അതായത് ആട്രിബ്യൂട്ടീവ് എന്ന് പറയുമ്പോൾ എന്താണ്, വേർബൽ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ നോക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോപ്പർ നൗൺസ്, കോമൺ നൗൺസ്, കളക്റ്റീവ് നൗൺസ്, ഇത് മൂന്നും നമ്മൾ പഠിച്ചു. ഈ ലാസ്റ്റിൽ വരുന്ന മെറ്റീരിയലും അബ്സ്ട്രാക്റ്റിനെയാണ് നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഈ ആട്രിബ്യൂട്ടീവ് നൗൺസ് എന്നും വേർബൽ നൗൺസ് എന്നും നമുക്ക് നോക്കാം. ആദ്യം തന്നെ ആട്രിബ്യൂട്ടീവ് നൗൺ എന്ന് പറയുമ്പോൾ ഇവര് നമുക്ക് അഡ്ജക്റ്റീവ്സിൽ നിന്നും അല്ലെങ്കിൽ കോമൺ നൗൺസിൽ നിന്നുമാണ് ഇവരുടെ പേരുകൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഡെഫിനേഷൻ പറയുന്നത് ഇതാണ്: അബ്സ്ട്രാക്ട് നൗൺസ് ഫോംഡ് ഫ്രം അഡ്ജക്റ്റീവ്സ് ആൻഡ് കോമൺ നൗൺസ് ആർ കോൾഡ് ആട്രിബ്യൂട്ടീവ് നൗൺസ്. അതായത് ഉദാഹരണത്തിന് കൈൻഡ്നെസ് എന്ന് പറയുന്നത് ഒരു വാക്ക്, അതൊരു നൗണാണ്. കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ അതൊരു നൗണാണ്. പക്ഷെ ഇത് നമുക്ക് കിട്ടുന്നത് എവിടുന്നാ? കൈൻഡ് എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് നിന്നാണ് കിട്ടുന്നത്. പലപ്പോഴും നമുക്ക് നൗണ് കിട്ടുന്നത് അഡ്ജക്റ്റീവ്സ് നിന്ന് കടം വാങ്ങിയിട്ടാണ്. കൈൻഡ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് നിന്നാണ് കൈൻഡ്നെസ് എന്നുള്ള നൗണ് കിട്ടുന്നത്. അതേപോലെ ഇന്റലിജന്റ് എന്നുള്ള അഡ്ജക്റ്റീവ്, ബുദ്ധിമാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബുദ്ധിമതി എന്നൊക്കെ പറയുന്ന ആ ഇന്റലിജന്റ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. അതിന്ന് കിട്ടുന്ന ഒരു ആട്രിബ്യൂട്ടീവ് നൗൺ ആണ് ഇന്റലിജൻസ്. അപ്പൊ ശരിക്കും എന്താണ് ഈ ആട്രിബ്യൂട്ടീവ് നൗൺ എന്ന് പറഞ്ഞാൽ? ശരിക്കും എന്താണ്? അബ്സ്ട്രാക്ട് നൗൺ ആണ്. അബ്സ്ട്രാക്റ്റിൽ വരുന്ന ഒരു വിഭാഗത്തിനെയാണ് ആട്രിബ്യൂട്ടീവ് നൗൺ എന്ന് പറയുക. അതായത് അഡ്ജക്റ്റീവ്സിൽ നിന്നോ കോമൺ നൗൺസിൽ നിന്നോ പേര് കിട്ടിയ നൗണുകളെ നമ്മൾ ആട്രിബ്യൂട്ടീവ് നൗൺ എന്ന് പറയും. പിന്നെ അതേപോലെ വൈസ്,
എന്ന് പറഞ്ഞാൽ എന്താണ്? അഗെയിൻ ബുദ്ധിയുള്ള ആള്, നല്ല ഇന്റലിജന്റ് ആണ് എന്നൊക്കെ നമ്മൾ പറയുന്ന മറ്റൊരു വാക്കാണ് വൈസ്. ബുദ്ധിപരമായിട്ടുള്ള ആള് വൈസ് എന്ന് പറയും. വൈസ് എന്നതിൽ നിന്നും കിട്ടുന്ന ഒരു നൗണാണ് വിസ്ഡം. വൈസ് ഒരു അഡ്ജക്റ്റീവ് ആണ്. ഈ അഡ്ജക്റ്റീവിൽ നിന്നാണ് വിസ്ഡം എന്നുള്ള നൗൺ ഇവിടെ കിട്ടുന്നത്. അതേപോലെ തന്നെ മറ്റു രണ്ട് എക്സാമ്പിൾസ് താഴെ കോമൺ നൗണിൽ നിന്നും ഉണ്ടായ ആട്രിബ്യൂട്ടീവ് നൗൺ തന്നിട്ടുണ്ട്. കോമൺ നൗൺസിൽ നിന്ന് നമുക്ക് രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ഒന്ന് നെയ്ബർഹുഡ്. നെയ്ബർഹുഡ് എന്ന് പറയുന്നത് നെയ്ബർ എന്ന് പറയുന്ന നൗണിൽ നിന്നുമാണ് കിട്ടിയത്. നെയ്ബർ എന്ന് പറയുന്നത് ഒരു കോമൺ നൗൺ ആണ്. അതിൽ നിന്ന് കിട്ടിയ ഒരു ആട്രിബ്യൂട്ടീവ് നൗൺ ആണ് നെയ്ബർഹുഡ്. അതേപോലെ ഫെലോ. ഫെലോ എന്ന് പറയുന്ന ഒരു കോമൺ നൗൺ എന്നാണ് ഫെലോഷിപ്പ് എന്നുള്ള ഒരു ആട്രിബ്യൂട്ടീവ് നൗൺ കിട്ടുന്നത്. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ? വളരെ ചെറുതായിട്ടാണോ ഉള്ളത്? വളരെ ചെറിയ സ്ക്രീൻ ആണോ? ജസ്റ്റ് ഒന്ന് പറയാം ആർക്കെങ്കിലും. ഷോലയൂർത്തെ കുട്ടികൾക്ക് കാണുന്നുണ്ടോ സ്ക്രീന്? ഇല്ല ഇല്ല എന്നാണോ? നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ, അത് വളരെ ചെറിയ സ്ക്രീൻ ആണ്. ഓക്കെ, അതായത് ഇതിൽ നമുക്ക് PDF PPT ആയിട്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പോ ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ മറ്റേ മൈക്രോസോഫ്റ്റിലേക്ക് മാറ്റിയിട്ട് ഞാൻ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഇത് ഗൂഗിൾ ഡോക്യുമെന്റ്സിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് കുഴപ്പമില്ലല്ലോ, ഇത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് നോട്ട് ചെയ്തില്ലേ? ഓക്കെ 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 ഗുഡ്. ഓക്കെ ഓക്കെ, ഇത് നിങ്ങൾ ചെയ്തു. ഇവിടെയാണ് നിങ്ങൾക്ക് ഇഷ്യൂ വരുന്നത്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് കുറച്ചും കൂടെ വലിയ ഫോണ്ടാണ്. ഇത് നിങ്ങൾക്ക് എഴുതാന്നാണ് തോന്നുന്നത്. അതായത് ഇത് നമുക്ക് വേർബൽ നൗൺസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാറ്റഗറി. അപ്പൊ നമ്മൾ ആട്രിബ്യൂട്ടീവ് നൗൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ അഡ്ജക്റ്റീവ്സ് എന്നോ അല്ലെങ്കിൽ കോമൺ നൗൺസ് എന്നോ നമ്മൾ എടുത്ത നൗൺസിനെയാണ് അട്രിബ്യൂട്ടീവ് നൗൺസ് എന്ന് പറഞ്ഞത്. എന്നാൽ വേർബൽ നൗൺസ് എന്ന് പറഞ്ഞാൽ വേർബുകളിൽ നിന്നും ഉണ്ടായ നൗൺസ്. പേരിൽ തന്നെ ഉണ്ടല്ലോ, വേർബിൽ നിന്നും ഉണ്ടായ നൗൺസിനെയാണ് നമ്മൾ വെർബൽ നൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. അതില് ആക്ഷൻ, നോളജ്, പ്രിവെൻഷൻ, പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന വേർബ്സിൽ നിന്നാണ്. വേർബ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പ്രവൃത്തികളാണല്ലോ. ആക്ട് അതിന്നാണ് ആക്ഷൻ ഉണ്ടായത്. നോ എന്നുള്ള വാക്കിൽ നിന്നാണ് നോളജ് വന്നത്. പ്രിവെന്റ് എന്ന വേർഡിൽ നിന്ന് പ്രിവെൻഷൻ. അതുപോലെ പ്രൊട്ടക്ട് എന്ന് പറയുന്ന വേർഡിൽ നിന്ന് പ്രൊട്ടക്ഷൻ. ഇതെല്ലാം വേർബ്സ് ആണ്. ഈ വെർബിൽ നിന്നൊക്കെ കിട്ടുന്ന വെർബൽ നൗൺസ് ആണ് ഈ ആക്ഷൻ, നോളജ്, പ്രൊട്ടക്ഷൻ ഇവരൊക്കെ. നിങ്ങൾ ഇത് നോട്ട് ചെയ്യാം. ഇതിന് മുമ്പത്തെ സ്ലൈഡ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം കേട്ടോ.
ഓക്കെ, അപ്പൊ ഇതിൽ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ ഈ വേർഡ്സിൽ, അതായത് ആക്ഷൻ, അതേപോലെ നോളേജ്, പ്രിവെൻഷൻ, പ്രൊട്ടക്ഷൻ, ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് വേർബിൽ നിന്ന് നൗൺ ആക്കി അതിനെ മാറ്റണമെങ്കിൽ നമ്മൾ ചില സഫിക്സുകൾ യൂസ് ചെയ്തു. സഫിക്സ് എന്ന് വെച്ചാൽ അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുന്ന ചെറിയ വാക്കുകൾ. ഉദാഹരണത്തിന് ഇപ്പോ ആക്ഷൻ എന്ന് പറയുമ്പോൾ ആക്ടിന്റെ കൂടെ ION ചേർത്തു. അതേപോലെ നോ എന്ന് പറയുന്നതിന്റെ കൂടെ EDGE, നോളജ് എന്ന വാക്കിലേക്ക് മാറ്റി. പ്രിവെൻഷൻ എന്ന് പറയുന്നത് പ്രിവെന്റിന്റെ കൂടെ ION ചേർത്തു. അപ്പൊ നമ്മൾ ഇങ്ങനെ കൂടെ ചേർക്കുന്ന ചെറിയ വാക്കുകളെയാണ് നമ്മൾ സഫിക്സസ് എന്ന് പറയും. അത് വേർഡിന്റെ ബാക്കിൽ ചേർക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രിഫിക്സ് എന്ന് പറയും. ഇത് വേർഡിന്റെ അവസാനത്തിൽ ചേർക്കുന്ന വേർഡ്സ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് സഫിക്സ് എന്ന് പറയും. അപ്പൊ കോമൺ സഫിക്സസ് ലൈക്ക് നെസ്, ഡം, ഇ, ഹുഡ്. നെയ്ബർഹുഡ് എന്നൊക്കെ പറയുമ്പോൾ ഹുഡ് ആണല്ലോ. പിന്നെ ഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയില്ലേ അത്. പിന്നെ എൻസ്, അൻസ്, ഷൻ, ടി എക്സെട്ര ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് ആട്രിബ്യൂട്ടീവ് നൗൺസ്. ഇതൊക്കെ സഫിക്സുകളാണ്, കോമൺ ആയിട്ടുള്ള സഫിക്സസ് ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഇത് നോക്കും. ഇതൊക്കെ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഞാൻ സൂം ചെയ്തിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഞാനത് കംഫർട്ടബിൾ ആക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാറിനോട് ചോദിക്കാം. എന്നിട്ട് അത് നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോഴാണ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, സോ ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സൺഡേ കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ ബൈ. ടാറ്റാ, ബൈ ബൈ.